See how we'll design a channel using Lacey's theory. Lacey's theory ഉപയോഗിച്ച് എങ്ങനെയാണ് ചാനൽ ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. First step is to calculate silt factor. Calculate silt factor. F is equal to 1.76 root md. അതിനുശേഷം you have to calculate velocity. Silt factor കണ്ടുപിടിച്ചതിന് ശേഷം calculate velocity. V is equal to QF square by 140 the whole raised to 1/6. ആദ്യം സിൽറ്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക 1.76 റൂട്ട് md. അത് വെച്ചുകൊണ്ട് ഈ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം QF square by 140 the whole raised to 1/6. ഡിസ്ചാർജ് തന്നിരിക്കുമല്ലോ, എത്ര ഡിസ്ചാർജ് ക്യാരി ചെയ്യേണ്ട ചാനലാണെന്ന് തന്നിരിക്കും. ഡിറ്റർമിൻ ഏരിയ. ഡിറ്റർമിൻ area A is equal to Q by V. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാം. കമ്പ്യൂട്ട് പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? P is equal to 4.75 root Q. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടി. ഇനി half horizontal is to 1 vertical slope ഉള്ള ട്രപ്പിസോയിഡൽ ചാനൽ ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏരിയയും പെരിമീറ്ററും ഉണ്ടെങ്കിൽ ബിയും ഡിയും കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് A is equal to BD plus B square by 2 and P is equal to B plus D root 5. ഈ രണ്ട് റിലേഷനിൽ നിന്നും ഡിയും ഡിയും കണ്ടുപിടിക്കാം. അതായത് D is equal to P minus P root of P square minus 6.944A divided by 3.472. അപ്പോൾ നമുക്ക് ഡെപ്ത് കിട്ടും. അതുപോലെ വിഡ്ത്ത്, ചാനൽ വിഡ്ത്ത് എന്ന് പറയുന്നത് P minus 2.236 D എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഏരിയയുടെ പെരിമീറ്ററിന്റെ റിലേഷൻ ഉപയോഗിച്ച് ഡിയും ബിയും കണ്ടുപിടിക്കും. അടുത്ത സ്റ്റെപ്പില് കാൽക്കുലേറ്റ് R is equal to 5/2 V square by F. അങ്ങനെ R കണ്ടുപിടിക്കാം. Also R equal to A by P, that is BD plus D square by 2 divided by B plus 2.236 D. ഇനി ഇത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം both values should be same. Both the values should be same. R is equal to 5/2 V square by F. Also R is equal to A by P. That is BD plus D square by 2 divided by B plus 2.236 D. അത് രണ്ട് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. And the last step, find slope S equal to F raised to 5/3 divided by 3340 Q raised to 1/6. F raised to 5/3 divided by 3340 Q raised to 1/6. So Lacey's theory ഉപയോഗിച്ച് ഡിസൈൻ പ്രൊസീജർ ഇങ്ങനെയാണ്. First and foremost step is to calculate the silt factor F, which is given by 1.76 root md. 1.76 root md. അത് കഴിഞ്ഞ് വെലോസിറ്റി കണ്ടുപിടിക്കുക. V is equal to QF square by 140 the whole raised to 1/6. വെലോസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. A is equal to Q by V. ഡിസ്ചാർജ് തന്നിരിക്കും. എത്ര ഡിസ്ചാർജ് ക്യാരി ചെയ്യേണ്ട ചാനലാണെന്ന് തന്നിരിക്കും. So determine area A is equal to Q by V. ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം
you have to compute the perimeter P is equal to 4.75 root Q. നമ്മൾ ചാനൽ ഡിസൈൻ ചെയ്യുന്നത് കെനഡീസ് തിയറിയിലെ പോലെ തന്നെ ഇവിടെയും ഒരു ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷൻ ആണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിത്ത് സ്ലോപ്പ് 1.5 ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ. അപ്പോൾ ഇതിൽ 1/2 വരും. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ റിലേഷൻ എന്താണ്? ഏരിയ വിൽ ബി BD plus D square by 2 and പെരിമീറ്റർ P will be B plus D root 5. ഈ രണ്ട് റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് A വാല്യൂ അറിയാം, P അറിയാം. അതായത് രണ്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് ഡെപ്ത് ഓഫ് ഫ്ലോ D ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ B. റിലേഷനും തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചതിന് ശേഷം ഹൈഡ്രോളിക് മീൻ ഡെപ്ത് R കണ്ടുപിടിക്കണം യൂസിങ് ദ റിലേഷൻ 5/2 V square by F. അത് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് A/P എന്നുള്ള രീതിയിലും എടുത്ത് R കണ്ടുപിടിക്കുക. രണ്ട് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം. സെയിം ആയിട്ട് വരണം, അത് ചെക്ക് ചെയ്യണം. Then find the slope S. സ്ലോപ്പ് കണ്ടുപിടിക്കുക S യൂസിങ് ദ റിലേഷൻ F raised to 5/3 divided by 3340 raised to 1/6. So ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ you can design a channel using Lacey's theory. You can design a channel using Lacey's theory. First design. A channel section has to be defined for the following data. Discharge Q is equal to 30 Qmax. Silt factor F equal to 1. Side slope ½ നമുക്ക് F തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് P is equal to QF square by 140 the whole raised to 1/6. എത്ര വരും? 30 into 1 divided by 140 the whole raised to 1/6. 0.774 meter per second. ഏരിയ കണ്ടുപിടിക്കാൻ Q by V, that is 30 by 0.774. 38.76 square meter. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാം 4.75 root Q, that is 4.75 into root of 30, 26.02 meter. അപ്പോൾ ഇവിടെ സിൽറ്റ് ഫാക്ടർ തന്നിട്ടുള്ളതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ട. വെലോസിറ്റി ആദ്യം കണ്ടുപിടിച്ചു, പിന്നെ ഏരിയ കണ്ടുപിടിച്ചു, വെറ്റഡ് പെരിമീറ്റർ കണ്ടുപിടിച്ചു. ഇനി D കണ്ടുപിടിക്കാം. D is equal to P minus root of P square minus 6.944 A divided by 3.472. That is 26.02 minus root of 26.02 square minus 6.944 into 38.76 divided by 3.472. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ you will get D as D യുടെ ഇക്വേഷൻ എന്താണ്? P minus root of P square minus 6.944 A divided by 3.472. അത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എഴുതിയിട്ട് നിങ്ങൾ ഫോർമുല എഴുതിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അത് സോൾവ് ചെയ്യുമ്പോൾ you will get D is equal to
1.68 meter. Now B will be P minus 2.236D, that is 26.02 minus 2.236 into 1.68, 22.26 meter. ഇനി R കണ്ടുപിടിക്കണം. R is equal to A by P. എത്രയാ? 38.76 by 26.02. അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ മറ്റു ഫോർമുലയിൽ ഇട്ടാലും മതി. 1.49 meter, or R is equal to 5 by 2 into 0.774 square divided by 1. 1.5 meter. കുഴപ്പമില്ല, രണ്ടും ഈക്വൽ ആണ് ഏകദേശം. അപ്പോൾ ഹെൻസ് ചെക്ക്, നമ്മൾ ചെക്ക് ചെയ്തു, R വാല്യൂ വെച്ചാണ് ചെക്ക് ചെയ്തത്. ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കണം. S equal to F raised to 5 by 3 divided by 3340 Q raised to 1 by 6. That is 1 raised to 5 by 3 divided by 3340 into 30 raised to 1 by 6. You will get 1.698 into 10 raised to minus 4. That is 1 in 5887.53. So ഇങ്ങനെയാണ് ലേസീസ് തിയറി ഉപയോഗിച്ച് ചാനൽ ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ എഫ് തന്നിട്ടുള്ളതുകൊണ്ട് ആദ്യം വെലോസിറ്റി കണ്ടുപിടിച്ചു, പിന്നെ ഏരിയ, പിന്നെ പെരിമീറ്റർ. ഏരിയയും പെരിമീറ്ററിൽ നിന്നും ഡിയും ബിയും കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ആറ് എ ബൈ പി എന്ന് എടുത്തും ചെയ്ത്, അല്ലാതെ ആർ ഇസ് ഈക്വൽ ടു 5 by 2 v സ്ക്വയർ എന്നും എടുത്ത് ചെയ്തു, ബി സ്ക്വയർ ബൈ എഫ് എന്നും ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് രണ്ടും ഈക്വൽ ആയിരുന്നു. അതാണ് നമ്മുടെ ചെക്ക്. അതിനുശേഷം സ്ലോപ്പ് കണ്ടുപിടിക്കും. എസ് ഈക്വൽ ടു എഫ് റേസ് ടു 5 by 3 by 3340 ക്യൂ റേസ് ടു 1 by 6. ഒരു ഡിസൈനും കൂടെ ചെയ്യാം. The slope of channel in alluvium is S equal to 1 by 5000 Lacy silt factor 0.9 and channel side slope half is to 1. Find channel section and maximum discharge which can be allowed to flow in it, ഇവിടെ സൈഡ് സ്ലോപ്പും സിൽട്ട് ഫാക്ടറും ചാനലിലെ സ്ലോപ്പും തന്നിട്ടുണ്ട്. നമ്മൾ ചാനലിലെ സെക്ഷൻ കണ്ടുപിടിക്കണം. സെക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വിട്ടും ഡെപ്ത് ഓഫ് ഫ്ലോയും അതോടൊപ്പം തന്നെ മാക്സിമം ഡിസ്ചാർജും കണ്ടുപിടിക്കണം. നമുക്കപ്പം സ്ലോപ്പിന്റെ ഇക്വേഷൻ എടുക്കാം. S is equal to F raised to 5 by 3 divided by 3340 Q raised to 1 by 6. അതായത് 1 by 5000 is equal to 0.9 raised to 5 by 3 divided by 3340 Q raised to 1 by 6. ഇത് സോൾവ് ചെയ്യുമ്പോൾ Q കണ്ടുപിടിക്കാം. Q is equal to 3.924 meter cube per second. അപ്പോൾ അതാണ് മാക്സിമം ഡിസ്ചാർജ്. ഇനി P is equal to 4.75 root Q. P
is equal to 4.75 root cube. That is 4.75 into root of 3.924. എത്ര വരും? 9.409 meter. Then R is equal to F cube divided by 4980 S raised square. That is 0.9 raised to 3 divided by 4980 into 1 by 5000 the whole square. S തന്നിട്ടുള്ളതാണ് ഈ റിലേഷൻ ഉപയോഗിച്ചത്. 0.735 meter. അപ്പോൾ ഏരിയ എത്രയാണ്? P into R. That is 9.409 into 0.735. എത്ര വരും? 6.916 meter square. ഇനി നമ്മൾ ഡിയും ബിയും ആണ് കണ്ടുപിടിക്കാൻ. So D is P minus root of P square minus 6.944A divided by 3.472. Substitute ചെയ്യാം. 9.409 minus root of 9.409 square minus 6.944 into 6.916 the whole divided by 3.472. D എത്ര കിട്ടും? 0.877 meter. Now B will be P minus 2.236 D. That is 9.409 minus 2.236 into 0.877. 7.448 meter. So ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആ ടിപ്പിക്കൽ പ്രൊസീജിയർ യൂസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ സ്ലോപ്പ് തന്നിട്ടുള്ളതുകൊണ്ട് സ്ലോപ്പിന്റെ ഇക്വേഷനിൽ നിന്ന് മാക്സിമം ഡിസ്ചാർജ് ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഡിസ്ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ വെറ്റഡ് പെരിമീറ്റർ കണ്ടുപിടിക്കാം. ദെൻ RSF റിലേഷൻ ഉപയോഗിച്ച് നമ്മൾ R കണ്ടുപിടിക്കുന്നു. R is equal to F cube by 4980 S raised to 2. അപ്പോൾ RSF റിലേഷൻ ഉപയോഗിച്ച് നമ്മൾ R കണ്ടുപിടിച്ചിട്ട് P into R A ആയിട്ട് എടുത്തു. അപ്പോൾ എയും പിയും അറിയാം. ഇനി എയുടെയും ബിയുടെ റിലേഷനിൽ നിന്ന് നമുക്ക് ബിയും ഡിയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. ആ ഇക്വേഷൻ ഉപയോഗിച്ച് ബിയും ഡിയും കണ്ടുപിടിക്കാം. So this is how you do design using Lacey's theory. രണ്ട് ടൈപ്പ് ഡിസൈനും കണ്ടു. കെന്നഡീസ് തിയറിയിലെ കുറച്ച് ഡ്രോബാക്സ് ഓവർകം ചെയ്തുകൊണ്ടാണ് Lacey's theory വന്നെങ്കിലും still there persists some drawbacks. അപ്പോൾ Lacey's theoryക്ക് കുറച്ച് drawbacks ഉണ്ട്. Let us list the drawbacks one by one. First drawback എന്ന് പറയുന്നത് theory does not give clear description of physical aspects of the problem. No clear description about physical aspects of problem. പ്രോബ്ലത്തിന്റെ ഫിസിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഡിസ്ക്രിപ്ഷൻ Lacey's തിയറിയിലും ഇല്ല. Now second drawback is it does not define what actually governs the characteristics of alluvial channel. It does not define what actually governs the characteristics of alluvial channel. ഒരു alluvial ചാനലിലെ characteristics ആക്ച്വലി എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത്, എന്താണ് ഗവേൺ ചെയ്യുന്നത് എന്നുള്ളത് ഇതിനകത്ത് പറയുന്നില്ല. ഒരു alluvial ചാനലിലെ
ക്യാരക്ടറിസ്റ്റിക്സിനെ ഗവേൺ ചെയ്യുന്നത് എന്താണെന്ന് ലേസീസ് തിയറിയും ഡിഫൈൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഇസ് the derivation of various formula depends on single factor f and dependence on single factor f is not adequate. There are different places of flow on bed and sides and hence different values of silt factor for bed and side have to be used. അപ്പം തേർഡ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂ ഓഫ് എഫ് ഇസ് നോട്ട് അഡിക്വേറ്റ്. ഈ ഡിസൈൻ എല്ലാം, അതായത് ലേസി കുറെ ഫോർമുല ഡിറൈവ് ചെയ്തെടുത്തത് എഫ് എന്നുള്ള ഫാക്ടറിനെ ബേസ് ചെയ്താണ്. പക്ഷെ അത് ഒരു സിംഗിൾ ഫാക്ടർ എഫ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ആക്ച്വലി അങ്ങനെ സിംഗിൾ വാല്യൂ ഓഫ് എഫ് ഉപയോഗിച്ച് ചെയ്യുന്നത് അഡിക്വേറ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചാനലിന്റെ ബെഡിലും സൈഡ്സിലും പല ഫേസ് ഓഫ് ഫ്ലോ ആയിരിക്കും, അതനുസരിച്ച് സിൽറ്റ് ഫാക്ടറും മാറും. അപ്പൊ സിംഗിൾ വാല്യൂ ഓഫ് എഫ് എടുക്കുന്നത് അഡീക്വേറ്റ് അല്ല. ലേസി കുറെ റിലേഷൻസ് ഡിറൈവ് ചെയ്തെടുത്തത് എഫിനെ ബേസ് ചെയ്തിട്ടാണ്. എഫിന് എടുത്തത് മാത്രമല്ല, എഫിന്റെ ഒരു സിംഗിൾ വാല്യൂ ഓഫ് എഫ് എടുത്താണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആക്ച്വൽ ഫ്ലോ കൺസിഡർ ചെയ്യുമ്പോൾ ബെഡിലും സൈഡ്സിലും പല ഭാഗത്തും പല വാല്യൂ ആയിരിക്കും എഫിന്. അപ്പൊ സിംഗിൾ വാല്യൂ എടുക്കാതെ പല വാല്യൂ എടുത്ത് വേണമായിരുന്നു ചെയ്യാൻ. സോ അതൊരു ഡ്രോബാക്ക്. പിന്നെ ഫോർത്ത് വൺ ഇസ് കോൺസെൻട്രേഷൻ ഓഫ് സിൽറ്റ് ഈസ് നോട്ട് ടേക്കൺ, നോട്ട് കൺസിഡർ. നമ്മൾ സിൽറ്റിന്റെ കോൺസെൻട്രേഷൻ ഇവിടെയും കൺസിഡർ ചെയ്തിട്ടില്ല. അതും ഒരു ഡ്രോബാക്ക് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് സിൽറ്റ് ഒരു വേരിയബിൾ ആയിട്ട് എടുക്കേണ്ടതായിരുന്നു, പക്ഷെ അതിവിടെ എടുത്തിട്ടില്ല. ഫിഫ്ത്ത് ഡ്രോബാക്ക് ഇസ് ലേസി ഡിഡ് നോട്ട് ടേക്ക് ഇൻടു അക്കൗണ്ട് സിൽറ്റ് ലെഫ്റ്റ് ഇൻ ചാനൽ ബൈ വാട്ടർ ദാറ്റ് ഇസ് lost in absorption which is as much as 12 to 15% of the total discharge of channel. ഒരു ചാനലിന്റെ ഏകദേശം ചാനലിന്റെ ഡിസ്ചാർജിന്റെ 12 to 15% വരും സിൽറ്റ് which is left in the channel by water that is lost in absorption. വാട്ടറിൽ അബ്സോർപ്ഷൻ വഴി ലോസ്റ്റ് ആവുന്ന സിൽറ്റ്, അതായത് വാട്ടറിൽ തന്നെ റിമെയിൻ ചെയ്യുന്ന സിൽറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്ചാർജിന്റെ 12 to 15% വരും. പക്ഷെ അതിനെ ലേസി കണക്കിലെടുത്തിട്ടില്ല. സോ ലേസി ഡിഡ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട്, ലേസി ഡിഡ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് സിൽറ്റ് ലെഫ്റ്റ് ഇൻ ചാനൽ, സിൽറ്റ് ലെഫ്റ്റ് ഇൻ ചാനൽ ബൈ വാട്ടർ. വാട്ടർ കാരണം ചാനലിൽ ബാക്കി വരുന്ന സിൽറ്റിന്റെ എമൗണ്ട് കൺസിഡർ ചെയ്തിട്ടില്ല. Now, next drawback is effect of silt attrition is ignored. The silt size does actually go on decreasing by the process of attrition among the rolling silt particles dragged along the bed. Silt attrition is not taken or silt attrition effect is ignored. ഈ സിൽറ്റ് അട്രീഷൻ കൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റ് ലേസി കൺസിഡർ ചെയ്തിട്ടില്ല. സിൽറ്റ് അട്രീഷൻ കാരണം എന്താ സംഭവിക്കുന്നത്? സിൽറ്റിന്റെ സൈസ് ഈ ഗോസ് ഓൺ ഡിക്രീസിംഗ് ബൈ ദ പ്രോസസ് ഓഫ് അട്രീഷൻ എമംഗ് ദ റോളിംഗ് സിൽറ്റ് പാർട്ടിക്കിൾസ്. സെയിം പാർട്ടിക്കിൾസ് തമ്മിലുള്ള വേറെ ടയർ ആണ് ഈ അട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അട്രീഷൻ സംഭവിക്കും തോറും സിൽറ്റിന്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരും. സോ റോളിംഗ് സിൽറ്റ് പാർട്ടിക്കിൾസ് അലോങ് ദ ബെഡ് ഡ്രാഗ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾസ് തമ്മിൽ അട്രീഷൻ ഉണ്ടാകുന്നു. ഈ അട്രീഷൻ ഉണ്ടാകും തോറും സിൽറ്റിന്റെ സൈസ് ആക്ച്വലി കുറഞ്ഞു വരും. ഈ സിൽറ്റ് അട്രീഷന്റെ ഇഫക്റ്റ് ലേസി ഇഗ്നോർ ചെയ്തിട്ടുണ്ട്, അത് കൺസിഡർ ചെയ്തിട്ടില്ല. Now, seventh drawback is Lacy did not properly define silt grade and silt charge. Silt grade and silt charge not properly defined. Silt grade um silt charge um proper ആയിട്ട് define ചെയ്തിട്ടില്ല. Next drawback is
Lacey, however, considers that a regime channel is inherently free from external restraint and shock and has therefore a constant Na for given size of material. Insofar as regime channel is a sediment transporting channel and will normally have a changing pattern of bed ripple for formation, this statement is unlikely to be correct. അതായത് Na value constant ആണെന്നുള്ളത് ശരിയല്ല. Na is a constant. അത് wrong statement ആണ്. Na വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ലേസി അസ്യൂം ചെയ്യുന്നത്, പക്ഷെ അത് ശരിയല്ല. അതായത് ലേസി കൺസിഡർ ചെയ്യുന്നത് റിജൈൻ ചാനൽ ഇസ് ഇൻഹറന്റ്ലി ഫ്രീ ഫ്രം എക്സ്റ്റേണൽ റിസ്ട്രെയിൻ ആൻഡ് ഷോക്ക്. ഒരു റിജൈൻ ചാനൽ ഇറ്റ് ഈസ് ഇൻഹറന്റ്ലി അത് എക്സ്റ്റേണൽ റിസ്ട്രെയിനിൽ നിന്നും ഷോക്കിൽ നിന്നും ഫ്രീ ആയിരിക്കും. തുടക്കം തൊട്ടേ അത് ഇൻഹറന്റ്ലി ഫ്രീ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് Na വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും ഫോർ എ ഗിവൺ size of material. പക്ഷെ ആക്ച്വലി അത് അങ്ങനെയല്ല. റിജൈൻ ചാനൽ ഇസ് എ സെഡിമെന്റ് ട്രാൻസ്പോർട്ടിംഗ് ചാനൽ ആൻഡ് വിൽ ഹാവ് എ ചേഞ്ചിങ് പാറ്റേൺ ഓഫ് ബെഡ് റിപ്പിൾ ഫോർമേഷൻ. അതുകൊണ്ട് ലേസി അസ്യൂം ചെയ്ത Na വാല്യൂ ശരിയാണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ് ഡ്രോബാക്ക് is Lacey introduced semi ellipse as ideal shape, which is not correct. സെമി എലിപ്സ് ആണ് ഐഡിയൽ ഷേപ്പ്. സെമി എലിപ്സ് ഐഡിയൽ ഷേപ്പ് അത് തെറ്റാണ്. ഐഡിയൽ ഷേപ്പ് ആയിട്ട് സെമി എലിപ്സ് ആണ് ലേസി എടുത്തിരിക്കുന്നത്, പക്ഷെ അതും തെറ്റാണ്. Then artificial channel is not a regime channel and theory is not applicable. So theory not applicable to artificial channel. So ഇത്രയുമാണ് ലേസീസ് തിയറിയിലെ ഡ്രോബാക്സ്. ലാസ്റ്റ് ഡ്രോബാക്ക് എന്താണ്? നമ്മളൊരു ആർട്ടിഫിഷ്യൽ ചാനൽ എടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഒരു റിജൈൻ ചാനൽ അല്ല. അതുകൊണ്ട് ലേസീസ് റിജൈൻ തിയറി നമുക്ക് ആർട്ടിഫിഷ്യൽ ചാനൽസിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. So these are the various drawbacks of Lacey's theory. First drawback is theory does not give a clear description of physical aspects of the problem. It does not define what actually governs the characteristics of an alluvial channel. Third, the derivation of various formulae depends upon single factor F, and dependence on single factor F is not adequate. There are different phases of flow on bed and sites, and hence different values of silt factor for bed and site should have been used. Fourth one is Lacey's equation do not include concentration of silt as variable. Fifth one, Lacey did not take into account the silt left in channel by water that is lost in absorption, which is as much as 12 to 15% of total discharge of channel. Sixth one, the effect of silt attrition was also ignored. The silt size does actually go on decreasing by the process of attrition among the rolling silt particles dragged along the bed. 7. Lacey did not properly define the silt grade and silt charge. 8. Lacey considers that the regime channel is inherently free from external restraint and shock and has therefore a constant Na for a given size of material. Insofar as regime channel is a sediment transporting channel and will normally have a changing pattern of bed ripple formation, the statement is unlikely to be correct. Ninth one is Lacey introduced semi-ellipse as ideal shape of regime channel, which is incorrect. And the last is an artificial channel is not a regime channel and hence the theory is not applicable.